നമസ്കാരം. മമതാ ബാനർജിക്ക് ഏറ്റ പരുക്കും തമിഴ്നാട്ടിലുണ്ടായ പരുക്കും തമിഴ്നാട്ടിൽ DMKക്കുണ്ടായ പരുക്കും കേരളത്തിൽ CPMനുണ്ടായ പരുക്കുമൊക്കെ മുതലെടുത്തുകൊണ്ട് കേന്ദ്രത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. DMK പ്രശ്നാധിഷ്ഠിത പിന്തുണ BJPക്ക് കൊടുക്കാം എന്നൊരു സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പിന്തുണ, അല്ലാതെ മന്ത്രിസഭയിലേക്കൊന്നുമില്ല, പക്ഷേ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പിന്തുണ. മുന്നണിയിലുമില്ല. മമതാ ബാനർജിയുടെ കൂടെ നിന്ന കുറേ അംഗങ്ങൾ, MP-മാർ BJPക്ക് അനുകൂലമായൊരു ലൈനിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വന്നാൽ നമ്മുടെ കാൽക്കുലേഷൻ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം പാസ്സാക്കിയെടുക്കുമോ, വനിതാ ബില്ല് പാസ്സാക്കുമോ? ഇത് രണ്ടുമാണ് സംശയം. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് RSSൻ്റെയും സംഘപരിവാറിൻ്റെയും വർഷങ്ങളായുള്ള ആഗ്രഹമാണ്. അവർ 3 കാര്യങ്ങളിലാണ് പണ്ട് മുതലേ അവരുടെ രേഖകൾ പറഞ്ഞത്. ഒന്ന്, എന്നെങ്കിലും BJP അധികാരത്തിൽ വന്നാൽ കാശ്മീരിൻ്റെ 370-ാം ഭരണഘടന ഭേദഗതി എടുത്തു കളയും. അവരത് എടുത്തു കളഞ്ഞു. രണ്ടാമത് അവർ പറഞ്ഞത് രാമക്ഷേത്രം പണിതിരിക്കും, രാമക്ഷേത്രം പണിതു. മൂന്നാമത് പറഞ്ഞതാണ് യൂണിഫോം സിവിൽ കോഡ്. ഇനി അത് മാത്രമേ പറഞ്ഞതിൽ നടപ്പിലാക്കാനുള്ളൂ. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, വനിതാ ബില്ല് പരാജയപ്പെട്ടു പോയി. ലോകസഭയിൽ അവതരിപ്പിച്ചിട്ട് പരാജയപ്പെടുത്തി. പിന്നെ യു പി അല്ല, ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാവരും കൂടി അതിനെ പരാജയപ്പെടുത്തി. പക്ഷെ പരാജയപ്പെടുത്തിയെങ്കിലും അത് വീണ്ടും അവതരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇപ്പം അങ്ങനെ ഇനി അവതരിപ്പിക്കുമ്പോൾ രാജ്യസഭയിൽ ചിലപ്പോൾ മിക്കവാറും ഈ തെരഞ്ഞെടുപ്പോടുകൂടി, രാജ്യസഭയിൽ ഇപ്പോൾ ഒഴിവ് വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി രാജ്യസഭയിൽ മുൻകൈ കിട്ടാൻ BJPക്ക് വലിയ സാധ്യതയുണ്ട്. അങ്ങനെ രാജ്യസഭയിൽ മുൻകൈ കിട്ടിയാൽ പിന്നെ ലോക്സഭ മാത്രമാണുള്ളത്. ലോകസഭയും കൂടി പിടിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുള്ള കളം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് BJP. അതിൽ തൃണമൂൽ കോൺഗ്രസിലെ കുറേ MP-മാരെയും DMK MP-മാരെയും ചാക്കിട്ട് പിടിച്ചു കഴിഞ്ഞു. പക്ഷേ രണ്ടു കൂട്ടരും ഭരണത്തിലേക്കില്ല. പക്ഷെ പ്രശ്നാധിഷ്ഠിതമായി ഈ വിഷയങ്ങളിൽ നിലപാടെടുക്കുമോ? അങ്ങനെ നിലപാടെടുത്താൽ ഇന്ത്യ മുന്നണിയിൽ എന്താ സംഭവിക്കുക? ഇന്ന് തന്നെ രാവിലെ ഇന്നലെയാണോ ഇന്ത്യ മുന്നണിയിലെ 2 പേർ, അതായത് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ സ്വകാര്യ സംഭാഷണം, അടച്ചിട്ട മുറിയിൽ സ്വകാര്യ സംഭാഷണം ഉണ്ടായിരുന്നു. അവർ 2 കൂട്ടരും 23 പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയിലുള്ള. കൊച്ചു കൊച്ചു പാർട്ടികളുൾപ്പെടെ 23 പാർട്ടിയുണ്ട്. 23 പാർട്ടിയിൽ മേജർ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് ഒന്നാമത്തെ പാർട്ടി. പിന്നെ CPM ഉണ്ട്, CPI ഉണ്ട്, പിന്നെ DMK ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, ആം ആദ്മി പാർട്ടിയുണ്ട്. ഇവർ 5-6 പേരാണ്. പിന്നെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി, പിന്നെ കുറേ പാർട്ടിയുണ്ട്. 23 പാർട്ടിയുണ്ട്. അപ്പോൾ എന്തായാലും BJP വിരുദ്ധരായിട്ടുള്ള 23 പാർട്ടിക്കാർ ഒന്നിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ രസകരമായും ഗൗരവതരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഈ 23 പാർട്ടികൾ ചേർന്നുള്ള പരിപാടിയിൽ ആരെ തുണയ്ക്കും, ആരെ സഹായിക്കുമെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും വളരെ കൃത്യമായ ഒരു സംവിധാനമാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. അത് നമുക്ക് മനസ്സിലെത്തി കാണേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും വളരെ വലിയ ഒരു എന്താ പറയുക സംവിധാനം BJP കൊണ്ടുവരുന്നു. അതിലൂടെ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയെടുക്കുക, വിമൻസ് ബില്ലും പാസ്സാക്കുക, വനിതാ ബില്ലും പാസ്സാക്കുക. ഇത് രണ്ടും പാസ്സാക്കാനുള്ള തന്ത്രപരമായ സ്ട്രാറ്റജികളുമായിട്ടാണ് BJP മുന്നിൽ വരുന്നത്. അത് രണ്ടും കൂടെ പാസ്സാക്കുകയാണെങ്കിൽ BJP കഴിഞ്ഞ വർഷങ്ങളായി പറയുന്ന എല്ലാ വിഷയങ്ങൾക്കും അവർക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും. ഒരുപക്ഷെ വനിതാ ബില്ല് അങ്ങനെ വന്നു കഴിയുകയും യൂണിഫോം സിവിൽ കോഡ് വരികയും ചെയ്താൽ വീണ്ടും BJPക്ക് അത് വലിയ രാഷ്ട്രീയ നേട്ടമാവുകയും ഒരു പ്രാവശ്യം കൂടി BJP വരാനുള്ള രാഷ്ട്രീയ നേട്ടം തന്നെ ഈ വനിതാ ബില്ലിലൊക്കെ സാധ്യതയുണ്ട്. കാരണം വനിതകൾക്ക് വലിയ ഒരു അവസരം, 50% വനിതകൾക്ക് ജയിച്ച് വരാനുള്ളൊരു വലിയ അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ വന്നാൽ കേരള അസംബ്ലികളിലും ലോകസഭയിലും വനിതകൾക്ക് വലിയ പ്രാതിനിധ്യം വരും. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഗുണഫലം BJPക്ക് കിട്ടാതിരിക്കില്ല തീർച്ചയായിട്ടും. അതുപോലെ യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ഏക നിയമത്തിൻ്റെ, ഏക വസ്തു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഏക സിവിൽ നിയമത്തിൻ്റെ ഭാഗമായി മാറും. അതും വളരെ വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും. ഇത് രണ്ടും വരുത്താൻ BJPക്ക് ഇന്നത്തെ നിലയിൽ കഴിയുകയില്ല. പക്ഷേ അടർത്തി മാറ്റിയും ഒപ്പം നിർത്തിയും പിളർത്തിയും ഒക്കെ ഏതെല്ലാം തരത്തിൽ എതിരാളികളെ തല്ലിയിടാമോ അങ്ങനെയെല്ലാം തല്ലിയിട്ടതിന് ശേഷം ഈ 2 പദ്ധതികളും, യൂണിഫോം സിവിൽ കോഡും
അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ വിമൻസ് ബില്ലും പാസ്സാക്കാനുള്ള വലിയ തന്ത്രപ്പാടിലാണ് അമിത്ഷാ. മോദിയുടെ സഹകരണത്തോടുകൂടി എല്ലാവിധ സ്ട്രാറ്റജികളും തന്ത്രങ്ങളും ചാണക്യതന്ത്രവും അമിത്ഷാ പയറ്റുന്നുണ്ട്. ഇത് വിജയിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വരാനിരിക്കുന്ന ദിവസം മാത്രമേ അറിയാൻ കഴിയൂ. യൂണിവേഴ്സൽ കോഡ് വരുമോ? വിമൻസ് ബില്ല് പാസ്സാകുമോ?